ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക തോരനാണ്. ആദ്യമായിട്ട് ഒരു പാവയ്ക്ക എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. പാവയ്ക്ക തോരന് ചേർക്കേണ്ടതായ കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടത് ഒരു പിടി തേങ്ങ, 3 പച്ചമുളക്, 7 ടെല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തി നുറുക്കിയത്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമുക്ക് എങ്ങനെയാണ് പാവയ്ക്കത്തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, സവാള ഇത്രയും നമ്മുടെ കൊത്തി നുറുക്കി വെച്ചിരിക്കുന്ന പാവയ്ക്കയിലോട്ട് ഇടുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി ഞെരടി പിടിപ്പിക്കുക. കാരണം ഇങ്ങനെ ഞെരടി വെക്കുമ്പോൾ നമ്മുടെ പാവയ്ക്കത്തോരന് ഒരു നല്ലൊരു രുചി വരും. നന്നായി ഇങ്ങനെ ഞെരടുക. കാരണം തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയൊക്കെ നമ്മുടെ പാവയ്ക്കയിലോട്ട് നന്നായി പിടിക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ നന്നായി ഞെരടി വയ്ക്കുക. എത്രത്തോളം ഞെരടുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഞെരടി വെച്ചതിന് ശേഷം നമുക്ക് ഈ കൂട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ ഏറ്റവും നല്ലത്. തീരെ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വയ്ക്കുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാവയ്ക്കത്തോരൻ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. പാവയ്ക്കത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചീനച്ചട്ടി നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമ്മുടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്ക തോരന് വേണ്ടിയുള്ള കൂട്ടും പാവയ്ക്കയും കൂടി മിക്സ് ചെയ്തുള്ള എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. എണ്ണയും കടുകും നമ്മുടെ പാവയ്ക്കയും തമ്മിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്കത്തോരൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ ഫ്രൈങ് പാനിലല്ലല്ലോ ചെയ്യുന്നത്, ചീനച്ചട്ടിയിലല്ലേ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് എന്നിട്ട് പാവയ്ക്കത്തോരൻ അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മുടെ പാവയ്ക്കത്തോരൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് നമ്മുടെ പാവയ്ക്കത്തോരൻ എവിടം വരെ ആയെന്ന് നോക്കാം. എന്താ നേരത്തെ കുറേ വെള്ളം ഒഴിച്ചിരുന്നതല്ലേ 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ അതൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പാവയ്ക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ പാവയ്ക്കത്തോരൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ തോരൻ നല്ല ചൂടുള്ള കുത്തിരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. കൂടെ ഒരു
ഒഴിച്ചറിയാത്ത മോരും കൂടി ഉണ്ടെങ്കിൽ കെങ്കേമമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. നന്ദി.